ഇന്ന് നമുക്ക് ബ്രെഡ് മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ആദ്യം മസാല റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു 3 സവാള നല്ല നീളത്തിൽ കനം കുറച്ച് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചി ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള കുറേ നേരം വഴറ്റി ഇങ്ങനെ കളർ മാറ്റിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു മധുര ടേസ്റ്റ് ആയി പോകും. അത്യാവശ്യം ചെറുതായിട്ട് ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് വന്നാൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇനി ഒരു തക്കാളിയുടെ ഒരു പകുതി ഭാഗട്ടോ, കുറച്ച് മാത്രം മതിയും. ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. തക്കാളിയും കൂടി ഈ ഒരു മുട്ട മസാലയിൽ വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട് ഒന്നാം മിക്സ് ആക്കി എടുക്കുക. കൂടുതലൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. മാറ്റി വെക്കാം. ഇനി കുറച്ച് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ സാൻഡ്വിച്ചിനൊക്കെ എടുക്കുന്ന കുറച്ച് വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെറുതായിട്ട് അങ്ങ് ആവി കയറ്റിയെടുക്കണം. പൊടിയുന്ന ടൈപ്പ് ബ്രെഡ് ആണെങ്കിൽ കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 10 സെക്കൻഡ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. ഒന്ന് പരത്തി എടുക്കാനുള്ള പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് 1-2 ടേബിൾ സ്പൂൺ മസാല പാകത്തിനുള്ളത് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് പുഴുങ്ങിയ കോഴിമുട്ട എടുത്ത് വെക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് മൈദയിൽ ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്നും പേസ്റ്റ് ആക്കി എടുത്തതാണ്. ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാണുമ്പം ഏകദേശം ഒരു പഫ്സിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി ചെറിയ ബ്രെഡൊക്കെ ആണെങ്കിൽ മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ള ആ ഒരു ഉള്ളി മസാലയുടെ അളവിൽ ഇതുപോലത്തെ ഒരു 8 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ലാസ്റ്റ് ഒരു കോഴിമുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാട് ഇങ്ങനെ കുക്കാവാനോ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് സമയത്തിൽ മാറ്റം വരുത്തിയാൽ മതി. ഇനിയിപ്പോൾ ഇങ്ങനെ എയർ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ പാനിൽ ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഒരുപാട് ഓയിൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ.